നിലവിലിപ്പോൾ രാവിലെ എണീച്ച ആദ്യം ചെയ്യുന്ന പരിപാടികളിലൊന്നാണ് നാട്ടുമാങ്ങേൻ്റെ ചുട്ടിൽ പോയി മാങ്ങ വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത്. ഈയിടെയായിട്ട് കിട്ടുന്ന മാങ്ങേൻ്റെ എണ്ണം വളരെ കുറവാണ്. ഒരു മാമ്പഴപ്പുളിശ്ശേരി വെക്കാനുള്ള മാങ്ങയെങ്കിലും ഇന്ന് കിട്ടുമെന്ന് തപ്പി വന്നതാണ്. മാവിലെ മാങ്ങേൻ്റെ എണ്ണവും നല്ല തോതിൽ ചുരുങ്ങിയിട്ടുണ്ട്. ദേ കിടക്കണു ഒരെണ്ണം കിട്ടി. മൊത്തത്തിൽ കുറവാണ് മാങ്ങ. അങ്ങനെ മാവിൻ്റെ ചുറ്റും 2-3 തവണ കറങ്ങി ഞാൻ ഒരെണ്ണം കൂടി കണ്ടെത്തി. ദാ ആകെ ഈ 2 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ ഒന്നുകൂടി നോക്കണം. അങ്ങനെ രണ്ടാമത്തെ അറിവി കിട്ടിയതാണ് ദാ ഈ മാങ്ങകളെല്ലാം. നല്ലോണം പഴുത്തതുകൊണ്ട് പഴുപ്പത്ര ഇല്ലാത്തതുകൊണ്ട്. ഈ കിട്ടിയ മാമ്പഴം വെച്ചിട്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഇത്ര മാങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 4-5 മാങ്ങ മതി. എൻ്റെ അമ്മ ഇവിടെ സാധാരണ മാമ്പഴ പുളിശ്ശേരി വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ അതിൽ ഈ ശർക്കരയും പിന്നെ തൈരൊന്നും ചേർക്കലില്ല. ഇങ്ങനെ 2-3 റെസിപ്പിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ ശർക്കരയും തൈരൊക്കെ ചേർക്കുന്നുണ്ട്. അതാന്ന് തോന്നുന്നു അതിൻ്റെ ബേസ് ആയിട്ടുള്ള റെസിപ്പി. പക്ഷെ അമ്മ വെക്കുന്ന ഇവിടുത്തെ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ രീതിയിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കടുക് പൊട്ടിക്കുന്നതിന് ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് നെയ്യാണ് യൂസ് ചെയ്യുന്നത് താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നെയ്യിൽ കടുകൊക്കെ പൊട്ടിച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം. കിട്ടിയ മാങ്ങകളിൽ മികച്ച 5 നോക്കി ഞാൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് മാറ്റി. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കുഞ്ഞു മാങ്ങകളാണ് നല്ലത്. ഇനിയിപ്പോൾ ബെല്ലം ഉരുക്കണം. ഒരാണിയാണ് ഞാൻ എടുത്തുള്ളൂ, കാരണം മധുരം അധികമായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങയും തൈരും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അങ്ങനെ ഈ ഐറ്റംസ് എല്ലാം മിക്സിയിൽ അങ്ങ് അരച്ചെടുത്തു. ഇനിയിപ്പോൾ മാങ്ങ നമുക്ക് മൺചട്ടിയിലിട്ട് വേവിക്കാൻ വെക്കാം. വേവുണ്ട് വെന്ത് വരുന്നുണ്ട്. വെന്ത് പരുവായി കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ചേർത്തു. അതിനകത്തേക്ക് ആവശ്യത്തിന് ചേർത്തുള്ളൂ, വളരെ കുറച്ച് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തു. ഈ വെള്ളം ചേർക്കൽ പരിപാടി എൻ്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം അമ്മ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഈ ഐറ്റംസ് ഒന്നും ചേർക്കലില്ല കേട്ടോ. മാങ്ങയ്ക്ക് ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ, പിന്നെ എന്തിനാണ് പിന്നെയും വെള്ളം ചേർത്ത് ആ മധുരം കൂട്ടുന്നതെന്നാണ് 36 വാദം. ഇനിയും വെള്ളം പറ്റിപ്പോയാൽ പണി കിട്ടും എന്നുള്ളതുകൊണ്ട് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇവിടെ ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും മധുരം മുന്നിട്ട് നിൽക്കുന്ന കറികളോട് അത്ര പ്രിയമില്ലാത്തവരാണ്. പക്ഷെ മാമ്പഴപ്പുളിശ്ശേരി അതിവിടെ വെക്കലുണ്ട്. ഏതായാലും ഉപ്പ് ചേർക്കാനായിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മതി, തിളയ്ക്കണമെന്നില്ല. അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള പരിപാടി നോക്കാം. ഞാൻ കണ്ട റെസിപ്പി പ്രകാരം നെയ്യിലാട്ടോ കടുക് പൊട്ടിക്കണ്ടേ. എന്നിട്ട് കടുക് പൊട്ടട്ടെ. അപ്പത്തേനും ഒരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മാമ്പഴപ്പുളിശ്ശേരി വെക്കാറുണ്ടെന്ന്. പക്ഷേ ഇവിടെ വെക്കുന്നതാണെങ്കിൽ അമ്മയുടേതായ ഒരു രീതിയിലാണ് വെക്കുന്നത്. അതിൻ്റെ അരപ്പിൽ കാന്താരിയും ഉണ്ടാവും, ജീരകവും ഉണ്ടാവും. മുന്നേ പറഞ്ഞ പോലെ ബെല്ലം എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുകയും ചെയ്യും. കടുക് പൊട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഉലുവ ഇടാം ഇതിനകത്തേക്ക്. ഇച്ചിരി മതി അത്. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും. അല്ല ചേച്ചി, ഇതിന്റെ ശരിക്കുള്ള റെസിപ്പിയിൽ തൈരും ഇതും ചേർക്കണം. ഈ കടുക് പൊട്ടിച്ചത് ഇനി കറിയിലേക്ക് ഒഴിക്കാട്ടോ. എന്നിട്ട് കുറച്ചു നേരം മൂടി വെക്കാം. ഞാനും അമ്മയും തമ്മിലുണ്ടായ തർക്കം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞാട്ടോ മുന്നത്തെ ക്ലിപ്പിൽ കേട്ടത്. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ മൂടി തുറന്നു. ഇനി ഒരു ഇളക്കും കൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം സാധനം എങ്ങനെ ഉണ്ടെന്ന് അറിയണല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, പിന്നെ നമ്മളിതാ ഇപ്പം റെഡിയാക്കി എടുത്ത നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി. പിന്നെതാ ഈ മുള്ളം വറുത്തതും. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പറാ. പക്ഷെ മധുരം ഇത്തിരി അധികം. എൻ്റെ അമ്മ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി എരിവുള്ള സാധനമാണ് ഉണ്ടാക്കുക. പക്ഷെ ഇത് കുഴപ്പമില്ല, കിടിലന. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ എരിവും പുളിയും മധുരമൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ സാധനം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ. പക്ഷെ എന്നാലും നൈസാണ്, ഒരു വേറൊരു ടേസ്റ്റ്. മോശം പറയാനൊന്നുമില്ല, എനിക്കിഷ്ടമായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.